ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എ ലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അതും നൈറ്റി പീസ് വെച്ചിട്ട് അതിൻ്റെ കട്ടിങ് പാർട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത്. ഇത് സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീനക്കൊക്കെ ആയിരുന്നു ഫ്രണ്ടിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു പോർഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെ നല്ല വശവും ആ ഒരു പീസിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ ചേർത്തിട്ടതിന് ശേഷം നമുക്ക് നെക്ക് ഇതിൽ കാണുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ പറയുന്ന മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ വീനെക്കാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഇറക്കത്തിലുള്ള ആ ഒരു പോർഷൻ എത്തുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തുക. അതിനുശേഷം തിരിച്ചിട്ട്, അതായത് സൂചി അതിൽ കുത്തി നിർത്തിയതിന് ശേഷം നമ്മുടെ ആ ഒരു പെടൽ പൊക്കിയിട്ട് തിരിച്ച് ഇതുപോലെ വെച്ചിട്ട് വേണം ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിൽ കാണുന്നത് പോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു നെക്കിൻ്റെ അകത്തേക്കിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് അകത്തിരിക്കുന്ന ആ ഒരു വീലുള്ള പോർഷൻ മാത്രം ഞാൻ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മുടെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു കൂർപ്പായിട്ടുള്ള പോർഷൻ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അത് എന്തായാലും ഇട്ട് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള ഇതുപോലെ പോർഷനിൽ കുഞ്ഞു കുഞ്ഞു കട്ടിങ് ഇട്ട് കൊടുക്കുക. നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ കാണുന്ന പോലെ ആ തുണി തിരിച്ച് അകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് പതിച്ചടിക്കണം. അതായത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമെന്ന് പറയും. അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കൊന്ന് സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. അപ്പോൾ നെക്ക് സ്റ്റിഫായിട്ടിരിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക. ആ ഒരു തൈകൾ രണ്ടിൻ്റെയും ഇടയ്ക്ക് വേണം സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് വീഴാൻ വേണ്ടിയിട്ട്, എങ്കിലേ അത് പ്രസ്സായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നെക്ക് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അകത്തുള്ള പോർഷനിൽ ഇതുപോലെ ബാലൻസ് വന്ന് നടക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു ക്ലോത്തിൽ വെച്ച് തയ്ക്കാതെ ആ ഒരു പീസ് മാത്രം സെപ്പറേറ്റ് എടുത്ത് വെച്ച് മടക്കി തയ്ക്കാൻ നോക്കുക. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കും സെയിം നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു പീസിൻ്റെ നല്ല തുണിയും കൂടി ചേർത്തിട്ടിട്ട് റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. കട്ടിങ്സ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ തയ്യലിൻ്റെ പുറത്തൂടെ ഇടാതിരിക്കണം. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ വിട്ടുപോകും. എന്നിട്ട് മറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള എക്സസ് ആയിട്ടുള്ള ബാക്കി ക്ലോത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ആ ഒരു ആം ഹോളിൻ്റെ അങ്ങോട്ട് നീങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം കട്ട് ചെയ്ത് മാറ്റിയാലും മതി. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മുടെ നല്ല തുണിയും കൂടെ കട്ട് ചെയ്ത് എടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജോയിനിങ് ആണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ക്ലോത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കറക്റ്റായിട്ട് പിടിക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിനും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സെയിം അതേ സൈഡിലും അതുപോലെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഷോൾഡർ സെയിം ആയിട്ട് ഇരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ നെക്കൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്ക് കയറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോക്കാം. കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിബ്ബൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിത് ഓക്കെയാണ്. ഇനി നമുക്ക് സ്ലീവ് പോർഷനിലേക്ക് വരാം. സ്ലീവിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ആദ്യം രണ്ട് സ്ലീവിൻ്റെയും അടിഭാഗം ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മടക്ക് ഇതുപോലെ കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ 2 സ്ലീവിൻ്റെയും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് പോർഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മടക്കിയെടുത്തല്ലോ, ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ആ എൻഡ് പോർഷൻ ബോട്ടം പോർഷനിലും അതുപോലെ നമ്മുടെ ആം ഹോൾ ഡെപ്തിൻ്റെ പോർഷൻ വരുമല്ലോ സ്ലീവിൻ്റെ അവിടെ, ആ 2 പോർഷനും ഒരേപോലെ ജോയിൻ ചെയ്ത് വെക്കുക. അതായത് രണ്ടും കറക്റ്റ് ഹാഫായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഈ ഒരു മേളിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിലിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, അവിടെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഭയങ്കര ചെറുതായിട്ട് ഇട്ട് കൊടുക്കാവും. വലുതായി കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ കാണിച്ച് തരാം. കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു നോട്ട് നമുക്ക് ഷോൾഡറിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേ സെയിം തന്നെ അപ്പുറത്തെ സ്ലീവിലും ചെയ്ത് കൊടുക്കുക.
ഇതിൽ കാണുന്ന പോലെ രണ്ട് സ്ലീവിലും ഇതുപോലെ ചെറിയ ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കുക. വലിയ നോട്ട് ഇട്ട് കൊടുക്കരുത്, ചെറിയ നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ടോപ്പ് പോർഷൻ എടുക്കാം. ടോപ്പ് പോർഷൻ എടുത്തിട്ട് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യേണ്ട പോർഷൻ ഉണ്ടല്ലോ, അതെടുക്കാം. അത് ടോപ്പിൻ്റെ നല്ല വശം വേണം എടുക്കാൻ. എന്നിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ ചേർത്ത് വെക്കുക. അതായത് സ്ലീവ് നമ്മുടെ ആ നെക്കിൻ്റെ അങ്ങോട്ടേക്ക് കിടക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് വേണം തയ്ക്കാൻ. എന്നിട്ട് ഇതാ ആദ്യം സെൻറ്റർ പോർഷനിൽ നിന്ന് നമ്മൾ രണ്ട് എൻഡിലോട്ടുമാണ് തയ്ക്കേണ്ടത്. എൻഡ് ടു എൻഡ് സ്റ്റിച്ച് ചെയ്യാതെ സെൻറ്റർ ടു എൻഡിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് കറക്റ്റ് ഫിറ്റിങ്ങിന് കിട്ടത്തുള്ളൂ. ഇതേ സെയിം തന്നെ നമുക്ക് അപ്പുറത്തെ സ്ലീവിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എൻഡ് ടു എൻഡ് സ്റ്റിച്ച് ചെയ്യരുത്, സെൻറ്റർ ടു എൻഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്താ രണ്ട് സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പെർഫെക്ഷൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം 1/4 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ എല്ലാ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ആദ്യം 1/4 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എത്രയാണോ സീം അലവൻസ് ഇട്ട് അതിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് ഷേപ്പ് ചെയ്യുക. ആം ഹോളിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം അപ്പുറത്തോട്ടും ഒരെണ്ണം ഇപ്പുറത്തോട്ടും വെച്ച് കൊടുക്കാമെന്നാണ് തയ്യൽ തുമ്പ്. ഇല്ലെങ്കിൽ രണ്ടും സെയിം സൈഡിൽ തന്നെ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതാണ്ടോ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ആം ഹോളിൻ്റെ തയ്യൽ തുമ്പ് അവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. ഒരു റൗണ്ട് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടണം. അപ്പോൾ ഞാൻ ആദ്യം 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് 2 ഇഞ്ച് തയ്ക്കുമ്പോൾ സ്പീഡിലൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് അറ്റം വരെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു കേർവ് ഷേപ്പ് അതുപോലെ തന്നെ കേർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്കിലേ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അറ്റം വരെ ഞാൻ 2 സൈഡും അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗമാണ് മടക്കി തയ്ക്കാനുള്ളത്. താഴ്ഭാഗം ഇതേ ഒരു കേർവിൽ തന്നെ മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്.